ഇപ്പം ഇങ്ങനെ കുറേ പുന്നാര മോളുമാരിറങ്ങിയിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ. ആ അവിടെ പോകണം, ഇവിടെ പോകണം, മറ്റിടത്ത് പോകണം, മറിച്ചിടത്ത് പോകണമെന്ന് പറഞ്ഞിട്ട്. തന്തയും തള്ളയും പറഞ്ഞാൽ പോലും കേൾക്കൂല. എന്തിനു പിന്നെ ആ തന്തയും തള്ളേനെയും പറയുന്നത്? അല്ലാണ്ട് എന്തോ ചെയ്യാനാണ്? നീയൊക്കെ ഏത് ഇടയിൽ വേണമെങ്കിലും പൊയ്ക്കോ, കുഴപ്പമൊന്നുമില്ല. എന്തിനാണ് ഒരു സാധാരണക്കാരൻ്റെ ജീവിതം തകർക്കുന്നത്? ഒരു ക്യാമറയും പൊക്കി പിടിച്ചിട്ട് ഇറങ്ങും. എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിന് മനസ്സിലായിട്ടില്ലെങ്കിൽ ഉടനെ വീഡിയോ എടുക്കും. പിന്നെ അവളുടെ കുഞ്ഞമ്മയുടെ അക്കൗണ്ടിൽ അങ്ങോട്ട് പോസ്റ്റും, നാട്ടുകാരെ മൊത്തം കാണിക്കും, ഒരുത്തൻ്റെ ജീവിതം ഇല്ലാതാക്കും. അതോടുകൂടിയിട്ട് അവളുടെയൊക്കെ അങ്ങ് മാറിക്കിട്ടും. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. എന്താന്നല്ലേ, കണ്ടു നോക്ക്. വണ്ടി ഓട്ടോ ഓടിക്കുന്നത്, വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ ഓടിക്കുന്നത്. ചോദിക്കാൻ വേണ്ടി സ്ഥലം പറഞ്ഞു കൊടുത്തു, അതറിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ സുഡിയോയുടെ അടുത്താണ്. അപ്പൊ അയാൾ എന്റെ അടുത്ത് പറയാം സുഡിയോ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് കൊച്ചെന്ന് പറഞ്ഞ് എന്റെ അടുത്ത് അവര് ചോദിക്കുവാണ് ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ? ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ദൂരം ആൾക്കാരുണ്ട്, എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കട എടുത്ത് വെച്ചോണ്ട വണ്ടിയാണ്. എന്നാ ചെയ്യണേ? എന്റെ മാനസിക ബുദ്ധിമുട്ട് മനസ്സിലാക്കണം. റീച്ചിന് വേണ്ടിയിട്ടാണെങ്കിലും ഇച്ചിരി മനുഷ്യത്വം കാണിക്കണം. സ്റ്റുഡിയോ ഏതാന്ന് തിരിച്ചറിയാൻ പാടില്ല മനുഷ്യനാണ്. വർഷങ്ങളായിട്ട് ഞാൻ പുള്ളി മദ്യപിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, വെള്ളടിച്ച് നടക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഈ മനുഷ്യൻ കുടിച്ചിട്ടുണ്ടെന്ന് തെളിയിച്ചാൽ, അല്ലെങ്കിൽ ഈ മനുഷ്യൻ മദ്യപാനിയാണെന്ന് തെളിയിച്ചാൽ ഈ വണ്ടി അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കൊടുക്കാന്ന് ചേട്ടന്മാർ കൊടുക്കും. കണ്ടില്ലേ, ഒരു പാവപ്പെട്ട ഓട്ടോ ചേട്ടൻ. അയാൾക്ക് എന്തറിയാനാണ്? അയാളുടെ അടുത്ത് സ്ഥലം പറഞ്ഞപ്പോൾ അയാൾക്ക് അറിയില്ല, മക്കളെ ഇവിടെ ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ഇവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ഉടനെ അത് വീഡിയോ എടുത്തിട്ട് അയാൾ കുടിച്ചിട്ടാണോ കുടിച്ചിട്ടില്ലേ, ഇയാളുടെ ലൈസൻസ് കട്ട് ചെയ്യണം, കട്ട് ചെയ്യണം, എല്ലാവരും ഷെയർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇയാളങ്ങോട്ട് ഇവള് സമൂഹ മാധ്യമത്തിൽ മൊത്തത്തിൽ അങ്ങോട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പാവപ്പെട്ട മനുഷ്യൻ പറയുന്നത് കേട്ടില്ലേ, കടവ് എടുത്തിട്ടാണ് ആ വണ്ടി എടുക്കുന്നത്. അതാണ് സാധാരണക്കാരുടെ ജീവിതങ്ങൾ. ഇവൾക്കൊക്കെ ഒരു കുട്ടിക്കളിയാണ്. സത്യം പറഞ്ഞാൽ ഇവളെയൊക്കെ പോലുള്ളവർക്കെതിരെ നിയമ നടപടി ഉണ്ടാവണം, സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ കയറി കളിക്കുന്നതിന്. അയാൾക്ക് ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെ ഓടിക്കഴിഞ്ഞാൽ എന്താ കിട്ടുക? അതിൽ ഓട്ടോടെ കട അറിയണം, പെട്രോൾ അടിക്കണം, മക്കളെ വീട്ടു ചിലവ്, പഠിപ്പ്, ഹോസ്പിറ്റൽ, ഇതെല്ലാം അറിയേണ്ട പുന്നാര മോളെ. നിന്നെപ്പോലെ സുഖിയോയിലും മറ്റിടത്തും കയറി ഇറങ്ങി നടക്കുന്ന മനുഷ്യനാണ് അയാൾ. അയാൾക്ക് എന്തോ അറിയാനാണ്? നിനക്കാണെങ്കിൽ ഒരു ഉപയോഗമില്ല. തന്തയും തള്ളയും പറഞ്ഞാലും കേൾക്കൂല. കെട്ടിയവനുണ്ടോ? ആർക്കറിയാം. എന്തിനാ മോളെ നീ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത്? ആർക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ നീ ഇട്ടത്? അല്ല പറയ്. ഇങ്ങനെ കുറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട്. വേറെ ഒരുത്തി ഉണ്ടായിരുന്നു, മറ്റേ സാമാനം കൊണ്ട് തട്ടിച്ചിട്ട് ഒരു പാവപ്പെട്ടവനെ കൊന്നോളൂ ബസ്സിൻ്റെ അകത്ത് വെച്ച്. ഇപ്പോൾ അവൾ വീഡിയോ ആയിട്ട് റിവ്യൂവും പറഞ്ഞ് നടക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇവളെപ്പോലുള്ള ഇങ്ങനത്തെ മോളുമാർക്കെതിരെ കേസെടുക്കണം. ഒരു സാധാരണക്കാരുടെ ജീവിതം തകർത്തിട്ട് നിനക്ക് എന്ത് കിട്ടിയടി പുന്നാര മോളെ? അല്ല പറയ്, നിനക്ക് എന്ത് കിട്ടി? ആ പാവപ്പെട്ടവൻ്റെ ജീവിതം തകർത്തിട്ട് നിനക്ക് എന്തെങ്കിലും കിട്ടിയോ? അല്ലെങ്കിൽ പറയ്, കിട്ടിയോ? നീയൊക്കെ രാത്രി കാലങ്ങളിൽ എവിടെ വേണോ പോയിട്ട് എന്ത് തോന്നിവാസോ കാണിച്ചോ? അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ നീ അദ്ദേഹത്തിൻ്റെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും വണ്ടിയിൽ കയറിപ്പോടി. അയാൾ കള്ളു കുടിച്ചിട്ടുണ്ടോ? അയാൾ കുടിച്ചിട്ടില്ല, അയാളുടെ ലൈസൻസ് കട്ടാക്കണം. നീ ആരി അയാളുടെ ലൈസൻസും മറ്റേം കട്ടാക്കാൻ വേണ്ടിയിട്ട്? അയ്യൻ്റെ മോനെ, ഇമ്മാതിരി സാമാനങ്ങൾ എന്തെന്ന് മോന്ത പിടിച്ച് കല്ലിലിട്ട് ഉരയ്ക്കണം ഇതിനെയൊക്കെ. കണ്ടുകൊടുത്താലും മതി. എൻ്റെ പൊന്നോ, ഒന്നും പറയാനില്ല. പറ്റാതള്ള സഹിക്കില്ല. 4 ഓളെ കൊണയടിക്കൊരു കുറവുമില്ല. പൊന്നാര മോളെ പോ, മതി.